ഇന്ന് നമ്മൾ ചർച്ചയിൽ പ്രവേശിക്കുമ്പോൾ അതിനുമുമ്പ് സാധാരണ ചെയ്യുന്നത് പോലെ ദൈനംദിന വാർത്താവലോകനം തുടങ്ങി പ്രധാന ചർച്ചയിലേക്ക് കിടക്കുകയാണ് വേണ്ടത്. ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ വിശേഷിച്ചൊന്നുമില്ല. സുധാകരൻ്റെ കിരീടധാരണം എന്ന് പറയുന്ന അതിവിശിഷ്ടമായൊരു വാർത്തയാണ്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് അതിന് ഏതാണ്ട് 1500 പേര് കൂടി അത്രേ. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് 500 പേരിൽ കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രോട്ടോക്കോൾ വയലേറ്റ് ചെയ്തിട്ട് 1500 പേരോളം കൂടി. അത് വലിയ രാജ്യദ്രോഹമല്ലേ എന്ന് ചോദിക്കുന്ന DYFIക്കാർ. അപ്പോൾ അതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന DYFIക്കാരുടെ മാനസികമായ ഒരു അടിമത്തമാണ്. DYFIക്കാർ എന്നുള്ള രീതിയിൽ ഈ ആൾക്കൂട്ടങ്ങൾ അങ്ങനെ ഒതുക്കപ്പെടണമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ജനകീയ സമരങ്ങൾ, അതായത് നമുക്ക് സ്വാഭാവികമായും പ്രതിഷേധിക്കേണ്ടുന്ന, അതായത് വലിയ തിരുത്തലുകളുടെ ഒരു കാലം വരെയാണ്. ആ തിരുത്തലുകളുടെ കാലത്തിൽ തിരുത്തലുകാരോടൊപ്പം നിൽക്കുമോ അതോ തിരുത്തലുകാർക്കെതിരെ നിൽക്കുമോ DYFI എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മോളെന്ന് പറയുന്നത് പോലെ മോളെന്ന് 500 പേര് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് വീഴും, അല്ലെങ്കിൽ നിങ്ങളെ കൊറോണ പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇറ്റ് ഈസ് എൻ ഇഷ്യൂ ഓഫ് ഫെയ്ത്ത് റാദർ ദാൻ സെൻസ് എന്ന് നമുക്ക് പറയാം. ഒരു കോമൺ സെൻസിനേക്കാളും ഫെയ്ത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു കാര്യം നമ്മളിങ്ങനെ പറഞ്ഞ് അടഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അടിമകളായി തീരുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇങ്ങനൊരു ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ല, നമ്മളിതിനെ വയലേറ്റ് ചെയ്താൽ നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്തേ പറ്റൂ. വയലേറ്റ് ചെയ്യാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും അത്തരത്തിലുള്ള വയലേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ വയലേഷൻ്റെ സിറ്റുവേഷൻ അസസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഇത്ര കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റും. നമ്മൾ വയലേറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതറിയാനും പറ്റില്ല. നമ്മളൊന്നും ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും, ഇങ്ങനെ അടച്ചുപൂട്ടി ഇരിക്കേണ്ടി വരും. അപ്പോൾ ചില ഇപ്പോൾ മാഷ് പറയുന്ന പോലെ നിയമങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ടാകുന്നത്, ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത് അവ ഭേദിക്കപ്പെടേണ്ടവയാണ് എന്നുള്ളത് കൊണ്ടാണ്. അവ ഭേദിക്കപ്പെടാൻ സമയമായോ എന്ന് തീരുമാനിക്കേണ്ടത് യുവാക്കന്മാരാണ്. അവർ യുവാക്കന്മാരാണോ വൃദ്ധന്മാരാണോ എന്ന് അവർക്ക് തന്നെ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അങ്ങ് മുകളിൽ നിന്ന് പറയുന്നതാണ് എല്ലാം പരമമായ സത്യം. അവിടെ WHO നിന്നുകൊണ്ട് ഒരുത്തൻ ടെസ്റ്റ് എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ടെസ്റ്റാണ് ഏറ്റവും പ്രധാനം എന്ന് ലോകമാകെ വിശ്വസിക്കുകയും ടെസ്റ്റ് തന്നെ തമ്പുരാൻ, നീ തന്നെ തമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൻ്റെ പേരിലാണ് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത്. ടെസ്റ്റുകളിൽ നിന്ന് ഫലപ്രദമായ ആക്യുറസിയുള്ള യാതൊരു ഫലവും ലഭിക്കുന്നില്ല, കൃത്യമായ ഒരു ഫലവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആരെയും തിരിച്ചറിയുകയോ എന്തെങ്കിലും ഇതിന് പ്രയോജനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നിട്ട് ഒരു ഗവൺമെൻറ് അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ 1,14,000 പേരെ ടെസ്റ്റ് നടത്തി, എന്നിട്ട് 11% സംതിങ് ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ 1,50,000 നിന്ന് 1,14,000 അല്ലെങ്കിൽ 1,60,000 എന്നിലേക്ക് ടെസ്റ്റുകളുടെ എണ്ണം കുറയുന്നത് എന്നുള്ളത് വിശദീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്. അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്. അത് മറുപടി ഇല്ലാത്തൊരു ചോദ്യമാണ്. ഇനി ടെസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞേ മതിയാവൂ. നിങ്ങൾക്ക് എല്ലാ കാലവും ഈ വലിയ തോതിലുള്ള ടെസ്റ്റുകൾ കൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളെ വേട്ടയാടി പിടിക്കുന്നു എന്നുള്ളൊരു ധാരണയിൽ പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഏരിയ കിട്ടിയിട്ടുണ്ട്, കുട്ടികളുടെ ഏരിയ. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ദുഃഖമാണ്. നിങ്ങൾ ഈ മുതിർന്നവരുടെ ഇന്നിപ്പോൾ ഏതൊരു പത്രത്തിൽ ഈ കുട്ടികളുടെ മേൽ പ്രയോഗിക്കാൻ പോകുന്ന മെഡിക്കേഷൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോക്ലോറോക്വിൻ ഉൾപ്പെടെ ഉള്ളത് എടുത്ത് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ, ആൻറ്റിബയോട്ടിക്സും ഉണ്ട്, എല്ലാം ഉണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും കുട്ടികളുടെ മേൽ പോയി. അതിൻ്റെ യാതൊരു കാരണവുമില്ല. കുട്ടികൾ സാധാരണ ഗതിയിൽ വരുമ്പോൾ ഈ ജലദോഷവും
പനിയും ചുമയൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന സാധാരണ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ രോഗം ഇല്ലാതാകും. അതിന് ഇതിൻ്റെ ഒരു പീഡനത്തിന് ഒരു പീഡനത്തിൻ്റെ ഒരു പ്രോട്ടോക്കോൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടെ കുട്ടികളെ കടത്തിക്കൊണ്ട് വന്നതിന് ശേഷം പിന്നെ ഇവർ ഉദ്ദേശിക്കുന്ന മെഡിക്കേഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മുതിർന്നവരെ പോലെ കുട്ടികൾക്ക് ഇതിനോട് പറഞ്ഞില്ല, അവരുടെ ഈ ശരീരത്തിൻ്റെ ഈ ഫിസിയോളജിയായിട്ട് പൊരുത്തപ്പെടാനാവാത്ത ഈ പുതിയ തരം പ്രയോഗങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തുമാത്രം അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്തുമാവാം എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്ന ഒരവസ്ഥയിലായതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ 2 അക്കമുള്ള വള്ളങ്ങൾ പോകാൻ പാടില്ല, നാളെ 2 അക്കമുള്ള വള്ളങ്ങൾ പോട്ടെ, അടുത്ത ദിവസം 1 അക്കമുള്ള വള്ളങ്ങൾ പോട്ടെ എന്ന് പറയുന്നത് ഒരു ട്രോളിങ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇത് പറ്റിയത്. ഞങ്ങൾ ഈ നാട്ടിൽ കടപ്പുറത്ത് സംസാരിക്കുന്ന ഈ ട്രോളിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ട്രോളിങ് ബാനാണ്. ട്രോളിങ് സാധാരണ പോകുന്നതാണ്. അതിനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഘട്ടം മുതൽ സംസാരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബാനങ്ങ് പോയിട്ട് നമ്മൾ ട്രോളിങ് എന്നാണ് പറയുന്നത്. കടപ്പുറത്തും എല്ലാവരും മലയാള ഭാഷ എന്നുള്ള തരത്തിനാണ് ട്രോളിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രോളിങ് ബാൻ കൊണ്ട് കടൽ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു വെള്ളം മതി എന്ന് നിശ്ചയിക്കുന്നത് അവിടെ കൊറോണ വൈറസിനെ ഭയന്നാണ്. നമ്മളതിൻ്റെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിന് പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളിങ് ബാൻ ആയതുകൊണ്ട് ബോട്ടുകളെല്ലാം കൂടെ അവിടെ അഴീക്കൽ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളം ഇറക്കാൻ സ്ഥലം കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ട്രോളിങ് ബാൻ ഉണ്ടായിരുന്നു, അന്നും അഴീക്കലിൽ നിന്ന് വെള്ളം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അങ്ങനെ വെള്ളം ഇറക്കാൻ വയ്യാത്തൊരു സാഹചര്യമൊന്നുമില്ല. ഇതിലല്ല എല്ലാം ഭാഗികമായി കട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും പകുതി കുറച്ച് കൊണ്ടുവരിക, പകുതി സഹിക്കുക, അങ്ങനെ ഇത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലേബറിനെ റെഡ്യൂസ് ചെയ്യുക, കളക്റ്റീവ് ലേബറിനെ റെഡ്യൂസ് ചെയ്യുക. നമ്മൾ ഈ കേരളീയർ നമ്മുടേതായ തനത് പ്രൊഡക്ഷനും തനത് പ്രൊഡക്ഷനെ നിരോധിച്ചുകൊണ്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള സംഗതിയിൽ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ലേബറിൻ്റെ പകുതി ആദ്യം എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് സൗകര്യമായിരിക്കുമല്ലോ, വീട്ടിലിരുന്നാൽ മതി, വർക്ക് അറ്റ് ഹോം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്താലും അതിന് കാശ് കിട്ടും എന്നൊക്കെയുള്ളൊരു തരത്തിൽ ആളുകളെ പ്രസാദിപ്പിച്ചിട്ട് അവസാനം അതൊരു വലിയ ചതിക്കുഴിയാണ്. എന്തായാലും കേരളത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കേരളത്തിൽ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് ഈ AIF അല്ലെങ്കിൽ കിഫ്ബി വഴി കടന്നു വന്ന ഇൻവെസ്റ്റേഴ്സ് കടന്നു വന്നിട്ട് കേരളത്തിൽ പ്രൊഡക്ഷൻ സാധ്യമാകും. അല്ലെങ്കിൽ ഇപ്പം തന്നെ നിയമമുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിത്ത് എ പ്രൈവറ്റ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് ഒത്തുചേർന്ന് മാത്രമേ ഇവിടെ ഗവൺമെൻറ്റിന് ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു ലാർജ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മാക്രോ പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഇപ്പം തന്നെ നിലവിലുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചതായിട്ട് നിലവിലുണ്ട്. സ്വതന്ത്രമായിട്ട് ഒരിക്കലും ഒരു മേജറായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ സംരംഭം സംസ്ഥാന ഗവൺമെൻറ് പറ്റില്ല. അതിന് ആരെയെങ്കിലും ഒരു അദാനിയോ അംബാനിയോ മിനിമം അതാണൊരു മിനിമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഭീമന്മാർ പുറത്തുണ്ട്. അവരാരെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ ഇതാണ് വിഴിഞ്ഞത്ത് ആ ഒരു കരാറ് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റിരിക്കുന്ന ഒരു കരാറ് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. അല്ലെങ്കിൽ അവിടെ അദാനി വരേണ്ട കാര്യമില്ല അവസാന ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ ഗവൺമെൻറ്റിനെ സൈഡ്ലൈൻ ചെയ്യുക, ആളുകളുടെ ഈ പ്രയത്നശേഷിയെ എങ്ങനെ ഈ അസാധൂകരിക്കുക അല്ലെങ്കിൽ അവരെ കോണർ ചെയ്യുക, ഒറ്റപ്പെടുത്തുക, ഒറ്റതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ഈ ലോഡ് ഷെഡിങ്ങിൻ്റെ ഈ അധുനാതനമായ ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അത് മുഴുവൻ വായിച്ച് നോക്കിയാൽ ചിരി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ ടെസ്റ്റ് നടത്തുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ഏരിയയിൽ പോയിട്ട് ഇത്ര ആളുകളെ കണ്ടു, ഒരു പഞ്ചായത്തിൽ ഇത്ര ആളുകളെ കണ്ടപ്പോഴത്തേക്ക് 100 പേരെ കണ്ടപ്പോഴത്തേക്ക് 15 പേർക്ക് രോഗമുണ്ടായിരുന്നു. അപ്പുറത്തൊരു പ്രദേശത്ത് പോയപ്പോൾ അവിടെ 10 പേർക്ക് രോഗം ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് പോയപ്പോഴത്തേക്ക് 7 പേർക്ക് രോഗമുണ്ടായിരുന്നു.
ഈ തരത്തിൽ വന്നിട്ട് ഇതിനനുസരിച്ച് ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് ഇങ്ങനെ തിരിക്കുക എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഇങ്ങനെയൊക്കെ തിരിച്ചിട്ട് ഒരുപാട് സെഗ്മെൻറ്റ്സ്, ഒരു സംസ്ഥാനത്തിനുള്ള ഒരുപാട് സെഗ്മെൻറ്റ്സ്, ഇത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ മൂവ്മെൻറ്റിന് എനിക്കിന്ന് ഇപ്പോൾ പറഞ്ഞില്ല, ഇവിടെ നിന്ന് എറണാകുളം വരെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രെയിനിൽ പോകാം. അതിനിടയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞില്ല, ഞാൻ ട്രെയിനിൽ പോയിട്ടില്ല. അതിൻ്റെ കുറച്ച് ഹൈവേ കൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് മാർഗ്ഗ തടസ്സങ്ങളുണ്ടാവും. എന്തോ സർട്ടിഫിക്കറ്റ് വേണമെന്നോ സത്യവാങ്മൂലം വേണമെന്നോ, വഴിയിലൊക്കെ ഏതൊക്കെ വഴിയിൽ ഏത് പഞ്ചായത്തിലാണ് ഈ കൂടി നിൽക്കുന്നതെന്നോ കുറഞ്ഞ് നിൽക്കുന്നതെന്നോ നമുക്കറിയാൻ പറ്റില്ലല്ലോ. ആ തരത്തിലൊക്കെയുള്ള പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള നീക്കത്തെ, പൊതുഗതാഗതത്തെ, മനുഷ്യൻ്റെ പൊതുഗതാഗതത്തെ, ചരക്കിനെ അത് ബാധിക്കില്ല. ചരക്ക് സുഗമമായിട്ട് നീങ്ങുകയും മനുഷ്യൻ തടഞ്ഞു നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുണ്ടായി വരുന്നതാണ്. ഇത്തരം ലോക്ക്ഡൗണുകളിലൂടെയാണ് ജനങ്ങളെ ഈ തരത്തിൽ ഒതുക്കുന്നതിന്, അവരുടെ കള്ളികളിലേക്ക് ഒതുക്കുന്നതിന്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ചരിത്ര പ്രക്രിയയുണ്ട്. മനുഷ്യന് ഒറ്റയ്ക്ക് പലതും ചെയ്യാൻ കഴിയും. അവൻ്റെ ഒറ്റയായ ജീവിതത്തിന് അവന് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എക്സിസ്റ്റൻസ് ഉള്ളൊരു സ്പേസ് ഉണ്ട്. അവനൊരു കുടുംബം എന്ന് പറയുന്നൊരു സ്പേസ് ഉണ്ട്. അതിന് പുറത്തുള്ളൊരു ലോകവുമായിട്ട് അവൻ എത്രത്തോളം ബന്ധപ്പെടുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയ ചരിത്രത്തിൽ ആരംഭിക്കുന്നത്. അത് മനുഷ്യനെ പുനർനിർണ്ണയം ചെയ്യുന്ന ഒരു വലിയ ശക്തിയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യു ക്യാൻ ഹാവ് യുവർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, അറ്റ് ദി സെയിം ടൈം യു ആർ ടു ബി സോഷ്യലൈസ്ഡ്. ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ തരത്തിൽ ആ സോഷ്യലൈസേഷൻ്റേതായ കൂട്ടായ്മകളുടേതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം അറുത്തു മുറിച്ച് പറഞ്ഞതാണ്, കൂട്ടായ്മകൾ ഒഴിച്ച് എന്തുമാകാം. ആൾക്കൂട്ടം പാടില്ല, ആൾക്കൂട്ടം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മകൾ പാടില്ല എന്നുള്ളതാണ്. ആ കൂട്ടായ്മകൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടും. നിങ്ങൾ എത്ര കാലം വരെ കൂട്ടായ്മകളെ നിയന്ത്രിക്കും? കൂടണം, ഒന്നിച്ചു ചേരണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പ്രേരണയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, ഇപ്പം മൃഗങ്ങളുടെ ഈ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ അവർ പറ്റമായിട്ടാണ്, ഇപ്പം ആന പോലും ഒരു ആന പറ്റമായിട്ടാണ്, കൂട്ടമായിട്ടാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പേടിയാകും എന്നുള്ളത് കൊണ്ടല്ല, അത് അവരുടെ ഒരു പ്രതിരോധത്തിൻ്റെ ആവശ്യമായിരുന്നു, ഒരു പുതിയ ആയിട്ടുള്ള ജീവനത്തിൻ്റെ പ്രശ്നമായിരുന്നു. പക്ഷേ അത് നേച്ചർ നൽകുന്ന ഒരു പ്രേരണയും കൂടെയാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലേബറിനെ സോഷ്യലൈസ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൻ്റെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും സോഷ്യലൈസ് ചെയ്യണം. ആ തരത്തിലുള്ള സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. അതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്നാണ് ട്രാൻസ്നാഷണൽ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ക്യാപിറ്റലിസം. അത് ഇതിനിടയ്ക്ക് ഒരു യന്ത്രത്തിനെ കടത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലൈസേഷൻ്റെ ഒരു പവറിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരു എതിർപ്പ് എന്നുള്ളത് ഒരിക്കലും ഒരു ഭരണകൂടത്തിന് ഉണ്ടായി വരില്ല. ഭരണകൂടം തന്നെ ദുർബലമായിരിക്കുകയും ക്യാപിറ്റലിസം അതിൻ്റേതായ കൂടി പാർപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ കൂട്ടായ്മകളെ തീർച്ചയായിട്ടും ഈ തരത്തിൽ ഇല്ലാതാക്കി തീർക്കുക എന്ന് പറയുന്ന, അത് പിണറായി വിജയൻ അടിവരയിട്ട് പറഞ്ഞതാണ്. അതായത് ആൾക്കൂട്ടങ്ങൾ പാടില്ല, ആൾക്കൂട്ടങ്ങൾ പാടില്ല, ആൾക്കൂട്ടങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ കൂട്ടായ്മകൾ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കൂട്ടായ്മകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന കൂട്ടായ്മകളുണ്ട്. അത് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5-10 പേര് കൂടുന്ന ഒരു കൂട്ടായ്മയാണ്. വലിയ ആൾക്കൂട്ടങ്ങളുണ്ടാകുന്ന ഉത്സവങ്ങളുണ്ട്, അതും ഈ പറഞ്ഞ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ഒരു ഷോ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഹൗ ദേ ആർ യുണൈറ്റഡ് ആൻഡ് ഹൗ ദേ ഹാവ് ബിക്കം വൺ. അത് ഈ പറഞ്ഞതുപോലെ ഈ വാൾ വിറ്റ്മാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ വോയിസിൽ സോളിറ്റ്യൂഡല്ല, എൻ്റെ കവിതയിൽ സോളിറ്റ്യൂഡല്ല, നിങ്ങൾ കേൾക്കുന്നത് മൾട്ടിറ്റ്യൂഡാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണെന്നും, അതിന് പറഞ്ഞില്ലേ നമ്മൾ ചില്ലറയായിട്ട് മാറിക്കൊടുക്കണമെന്നുള്ള ആ ഒരു സിദ്ധാന്തത്തെ എത്ര കാലം നമുക്കിവിടെ പരീക്ഷിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ പരിശോധിച്ച് നോക്കുകയാണ്. അല്ലാതെ ഈ ലോക്ക്ഡൗൺ എക്സ്റ്റൻഷന് യാതൊരു അർത്ഥമില്ല. വെച്ചാൽ ലോക്ക്ഡൗൺ ഒരു കാരണവശാലും ഇതിൻ്റെ നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നെങ്കിൽ തന്നെ അതിനെ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നുള്ളത്
ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കടലിൻ്റെ കാര്യമൊക്കെ വളരെ വളരെ ഗ്ലെയറിങ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. പറയുന്നതിനകത്ത് യാതൊരു യുക്തിയും ഇല്ല. ലോക്ക്ഡൗൺ ഈ പറഞ്ഞില്ലേ കടലിൽ ലോക്ക്ഡൗൺ, ഇപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ ലോക്ക്ഡൗൺ ആണ്, ബോട്ടുകൾക്ക് ലോക്ക്ഡൗൺ ആണ്. അത് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നീട് വരുന്ന ഈ പറഞ്ഞില്ലേ പ്രജനന കാലത്ത് അത് പോയി കഴിഞ്ഞാൽ തകരാറാകുമെന്നും പറഞ്ഞാണ് അങ്ങനെ ഒരു ഉപരോധം കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാ വള്ളങ്ങൾക്കും പോകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഉപരോധം കടലിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് കടലിനെ രക്ഷിക്കാനാണോ, മത്സ്യത്തെ രക്ഷിക്കാനാണോ, മത്സ്യസമ്പത്തിനെ രക്ഷിക്കാനാണോ, ഈ ഫിഷിംഗ് കമ്മ്യൂണിറ്റി രക്ഷിക്കാനാണോ, അതോ മറ്റാരുടെയെങ്കിലും താല്പര്യമാണോ എന്നുള്ളത് ടി.ജി. നന്ദകുമാറിനടുത്ത് ചോദിച്ചാൽ അറിയാം. അത് ഈ പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ആളാണ്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു വലിയൊരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസിയുടെ പശ്ചാത്തലം കൂടി നമ്മൾ ഓർക്കണമെന്ന് മാത്രമേ ഇപ്പോൾ ഈ ഇന്നത്തെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ഈ സുധാകരൻ്റെ കിരീടധാരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ കോമാളിത്തരങ്ങളുടെ ഫോട്ടോ കാണുമ്പോഴാണ് ഈ പാർട്ടി ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ല. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു കാരണവശാലും രക്ഷപ്പെടുക വെച്ചാൽ അത് ഒരു ആവശ്യമാണ്. ഇപ്പോൾ മലയാളത്തിലെ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പോൾ BJP ഒക്കെ വരുന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരുമാതിരി രാജ്യത്തെ ഒരു അറവുശാലയാക്കുന്ന രാഷ്ട്രീയം രൂപപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഒരു സെക്കുലറിസത്തിൻ്റെ കൊടിയുടെ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യമാണ്. ഇടതുപക്ഷം ഇല്ലാതായിത്തീരുന്നു എന്ന് പറയുന്നത് പോലെ കോൺഗ്രസും കേരളത്തിൽ ഇല്ലാതായിത്തീരുന്നു എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായൊരവസ്ഥയാണ്. അതിൻ്റെ ഒരു അപജയത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഈ സുധാകരൻ്റെ ഈ കിരീടധാരണത്തിൽ, ഈ തലയിൽ മറ്റേ ഇതൊക്കെ കിരീടമൊക്കെ അണിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബാലിശമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഏർപ്പാടാണ് അതൊക്കെ ചെയ്യുക. പുഷ്പകിരീടം ചാർത്തിയൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു പദവിയിലൊക്കെ അലങ്കരിച്ചിരുത്തുക, ഇത് എന്തിൻ്റെയൊക്കെയോ പ്രാകൃതമായ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്ന അവിടെ ഒരു വലിയ ആൾക്കൂട്ടവും ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കൊറോണ വൈറസിനെ കുറിച്ച് പറയുമ്പോൾ, ഇതിൻ്റെ ഇൻഫെക്ഷനെ കുറിച്ച് പറയുമ്പോൾ, ഇതിൽ പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സോ കോൾഡ് കൊറോണ വൈറസ് that has been separated by, അല്ലെങ്കിൽ that is to be claimed to be separated by ഈ CDC എന്ന് പറയുന്ന ഈ ക്രിമിനൽ സംഘം, അമേരിക്കയിലെ ഈ മെഡിക്കൽ ക്രിമിനൽ സംഘം അത് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ദേ ആർ നോട്ട് ഷുവർ ഓഫ് ഇറ്റ്. എന്തുകൊണ്ടാണ് അവർ വീണ്ടും ഇത് ചൈനയിലെ ബാറ്റിൽ നിന്നാണോ വന്നത്, എന്താണ് അതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ കാര്യം അവരുടെ തന്നെ വെർഷനാണ്. അതായത് കൊറോണ വൈറസ് ഈസ് എ ലാർജ് ഫാമിലി ഓഫ് വൈറസസ്. നമ്മൾ കൊറോണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ COVID-19 എന്ന് പറയുന്ന രോഗമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് നമ്മൾ കൊറോണയെ കാണുന്നത്. അതൊരു ലാർജ് ഫാമിലി ഓഫ് വൈറസസ് ദാറ്റ് ഇൻക്ലൂഡ് മെനി ഡിഫറെൻറ്റ് ഡിസീസസ് ആൻഡ് SARS-CoV-2 ഷെയർ സിമിലാരിറ്റീസ് വിത്ത് അതർ കൊറോണ വൈറസസ്. നമ്മളിപ്പോൾ ഒരു പറഞ്ഞില്ലേ ഒരു കൊറോണ വൈറസ് സാഴ്സിൻ്റെ കൊറോണ ആണ് എന്ന് കണ്ടെത്തുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒട്ടനവധി കൊറോണ വൈറസസുമായിട്ട് ഈ COVID-19 എന്ന് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന കൊറോണ വൈറസിന് സിമിലാരിറ്റീസ് ഉണ്ട്. ആ സിമിലാരിറ്റീസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് SARS-CoV-2 കൊറോണ തന്നെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക വളരെ ശ്രമകരമാണ്. നിങ്ങളിവിടെ നടത്തുന്ന ടെസ്റ്റുകൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വിത്ത് അതർ കൊറോണ വൈറസസ് 4 of which ക്യാൻ കാസ് കോമൺ കോൾഡ്. ഈ പറയുന്ന കൊറോണ വൈറസസിൽ 4 എണ്ണത്തിന് കോമൺ കോൾഡ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ഈ ജലദോഷത്തിൻ്റെ ആ 4 രൂപങ്ങൾ, അല്ലെങ്കിൽ 4 വൈറസുകൾക്ക്, ഈ പറഞ്ഞ കൊറോണയ്ക്ക് 4 കൊറോണ വൈറസുകൾക്ക് കോമൺ കോൾഡ് ഉണ്ടാക്കാൻ പറ്റും. All 5 viruses have spiky projections. അതായത് ഈ കൊറോണ വൈറസിന് ഈ 4 കോമൺ കോൾഡ് വൈറസസിനും all 5 viruses have spiky projections. ഈ സ്പൈക്കി പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് 4 ഇതിൻ്റെ കോമൺ കോൾഡിൻ്റെ വൈറസിനും ഉണ്ട്.
ഇത് കൊറോണ വൈറസിന് മാത്രമുള്ളതല്ല. നമ്മളിപ്പോൾ എല്ലായിടവും ഒരു പടം വരച്ചിട്ട് ഒരു ഉരുണ്ട ഒരു പ്രതലം വരച്ചിട്ട് അതിൻ്റെ മേലെ കുറേ സ്പൈക്സ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊറോണ വൈറസാണ്. യെസ്, ഇറ്റ് ഈസ് എ കൊറോണ വൈറസ്. പക്ഷേ ഇതുപോലെ 4 കൊറോണ വൈറസസ് കോമൺ കോൾഡിൻ്റേതായിട്ടുണ്ട്. ഈ 4 സ്പൈക്സ് ഉണ്ട്. ഈ സ്പൈക്സിൽ കൂടെ തന്നെയാണ് അവർ ഈ ഹ്യൂമൻ ബോഡിയുമായിട്ട് അത് ഇതെല്ലാം കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നത്, കൊറോണ വൈറസ് എല്ലാം കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പൈക്ഡ് ആയിട്ടുള്ളതാണ്. സ്പൈക്ക് ഇല്ലാത്ത കൊറോണ വൈറസും ഉണ്ട്. പക്ഷേ സ്പൈക്കി പ്രൊജക്ഷൻസ് ഉള്ള ഈ 4 കോമൺ കോൾഡിൻ്റെ വൈറസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ പറയുന്ന SARS-CoV-2 വൈറസും ഉണ്ട്. ഇതിനെ നിങ്ങൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള വൈദഗ്ധ്യം ഇവിടുത്തെ ലാബുകൾക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാനും വിഴുങ്ങാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അമേരിക്കയിലിരിക്കുന്ന സായിപ്പ് പലതും പറയും. പക്ഷേ അതല്ല. ഇപ്പോൾ ഈ 5 തരം കൊറോണ വൈറസസ്, അതിൽ 5നും സ്പൈക്സ് ഉണ്ട്. അതിൽ 4 കോമൺ കോൾഡിൻ്റെതാണ്. ഈ കോമൺ കോൾഡിൻ്റെ ഈ വൈറസിന് ഇതുമായിട്ട് പറഞ്ഞില്ലേ 67% ജനറ്റിക് സിമിലാരിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത് പറഞ്ഞു കേട്ടപ്പോൾ അതിനേക്കാളും കൂടുതൽ ഉണ്ട്. ഇതൊക്കെ അവരുടെ തന്നെ റിപ്പോർട്ടിംഗ് ആണ്, നമ്മളാരും എഴുതുന്നതല്ല. അതായത് ഈ കൊറോണ വൈറസ് ഈ ഇതിൻ്റെ കൊറോണ വൈറസിൻ്റെ അല്ലെങ്കിൽ SARS-CoV-2 വൈറസ് ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെ പറയുന്നവരാണ്. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വൈറസിൻ്റെ ആൾ കോമൺ കോൾഡ് കൊറോണ വൈറസസ് നെയിംഡ് 229E NL63 0L43 അങ്ങനെ all utilize human as their primary host. ഇതെല്ലാം ഹ്യൂമൻസിനെയാണ് അവരുടെ പ്രൈമറി ഹോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ SARS-CoV-2 വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൈമറി ഹോസ്റ്റും ഹ്യൂമൻ അല്ല, മറിച്ച് കോമൺ കോൾഡിൻ്റെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് കോമൺ കോൾഡ് ആണ്. അതുകൊണ്ട് കോമൺ കോൾഡ് അതിൻ്റെ പ്രൈമറി ഹോസ്റ്റ് ആയതുകൊണ്ട് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് കോമൺ കോൾഡിൻ്റെ പ്രൈമറി ഹോസ്റ്റ് ആയതുകൊണ്ട് അതൊരു സാമാന്യ യുക്തിയാണ്. ഈ കോമൺ കോൾഡിൻ്റേതായിട്ടുള്ള 4 തരം കോമൺ കോൾഡിൻ്റേതായിട്ടുള്ള വൈറസസും ഹ്യൂമൻ ബോഡിയിൽ സാധാരണമായിട്ടുണ്ടാകുക പതിവാണ്. മറ്റത് അതിൻ്റെ പ്രൈമറി ഹോസ്റ്റ് ഹ്യൂമൻ ബോഡിയല്ല, SARS-CoV-2 എന്ന് പറയുന്ന കൊറോണ വൈറസിൻ്റെ 5 1 SARS-CoV-2 4 കോമൺ കോൾഡിൻ്റെതാണ്. ഈ 4 കോമൺ കോൾഡ് സ്പൈക്ഡ് വൈറസസിൻ്റെയും പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയാണ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ സാധാരണമായി കാണപ്പെടുന്ന ഈ സ്പൈക്ഡ് വൈറസോ അല്ലെങ്കിൽ വൈറസിൻ്റെ ഒരു സ്ട്രാൻഡോ എന്ന് പറയുന്നത് ഒരു 75-80% ഞാൻ ഒരു ഏറ്റവും അതിൻ്റെ റേറ്റ് കുറച്ചിട്ട് വരാണ്, അത് കോമൺ കോൾഡിൻ്റേതാകും. നമ്മൾ പോസിറ്റീവ് എന്നും പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു സ്പൈക്ഡ് വൈറസിൻ്റെ ഒരു RNA തന്തോ അല്ലെങ്കിൽ ഒരു സ്പൈക്ഡ് വൈറസിനെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് അസർട്ട് ദാറ്റ് ഇറ്റ് ഈസ് ദി വൈറസ് ഓഫ് SARS-CoV-2. അതുകൊണ്ട് ഒന്നാമത് ഇവിടുത്തെ ഇതുകൊണ്ട് ഈ ടെസ്റ്റുകളെല്ലാം ഈ പറഞ്ഞ കണ്ടാമിനേറ്റഡാണ്. അതിൻ്റെ റിസൾട്ട് എല്ലാം ഫാൾസാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിന് നിങ്ങൾ ഒരു ശരിയായ കാര്യം ചെയ്തിട്ട് ടെസ്റ്റിൽ വളരെ സത്യസന്ധമായിട്ട് ശരിയായ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് SARS-CoV-2 ആണ് എന്ന് ഉറപ്പായ ആൾക്കാർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ആയതിനു ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവർ രോഗബാധിതരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്തൊരു മര്യാദയുണ്ട്. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇന്നയാൾ രോഗബാധിതരായിരുന്നു, ഇന്നയാൾ നെഗറ്റീവായിരുന്നു എന്ന് പറയുന്ന ഈ പോസിറ്റീവ് നെഗറ്റീവ് ഈ ഒരു വേർതിരിക്കലിന് യാതൊരു മാനുഷികമായ മര്യാദയില്ല. അതായത് മനുഷ്യനെ അർത്ഥപ്രാണനാക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ കുറേ നാളുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യരുത് എന്ന് പറയുന്നില്ല, അതിനൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞില്ലേ 4 തരം കോമൺ കോൾഡിൻ്റെ വൈറസ്
അത് ഹ്യൂമൻ ബോഡിയാണ് അതിൻ്റെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു മഴക്കാലത്ത് കുട്ടികളുടെ ദേഹത്തോ നമ്മുടെ ദേഹത്തോ അതുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ടായാലും ഒരു ഉപദ്രവമില്ല, കുറേ കഴിയുമ്പോൾ അതങ്ങ് പോകും. അത് കൊറോണ വൈറസ്, പലതരത്തിലുള്ള കൊറോണ വൈറസ് ഉള്ളവർ 4 തരം കൊറോണ വൈറസാണ്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന 5ാമൻ്റെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു CDCക്കാർ ഇതിനെ വേർതിരിച്ചെടുത്തെന്ന് പറഞ്ഞതിന് ശേഷവും അവർ ഫണ്ട് കൊടുത്തിട്ട് ചൈനക്കാരോട് ചോദിച്ചിട്ട് ഇത് ബാറ്റിൽ നിന്നുണ്ടായി വന്നതാണോ എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം നടത്തി. അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബാറ്റിൽ നിന്ന് ഹ്യൂമൻ ബോഡിയിലോട്ട് ജമ്പ് ചെയ്ത് വന്നതാണോ ഈ വൈറസ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായൊരു ഉത്തരം ചൈന കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ചൈനയുടെ ലാബിൽ നിന്നുണ്ടാക്കിയ ഒരു ലബോറട്ടറി പ്രോഡക്റ്റാണ് എന്നുള്ള തരത്തിൽ ഉള്ള ആക്ഷേപമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ യാതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇവിടുന്ന് കുറേ ഫണ്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് വെച്ച് ജനങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഈ ഇന്നത്തെയും പത്രത്തിൽ പറഞ്ഞില്ല. ഇന്നത്തെ പത്രം നിറയെ ഇതാണ്, ഈ പോസിറ്റിവിറ്റി റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കോളങ്ങളും ചതുരങ്ങളും വൃത്തങ്ങളും പണ്ടിലെ ജ്യോത്സ്യന്മാർ ഗ്രഹനില ഉണ്ടാക്കുന്നത് പോലെ നമ്മളൊരു സംസ്ഥാനത്തെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഈ ഒരു പറഞ്ഞില്ലേ കോളങ്ങളുടെയും ചതുരങ്ങളുടെയും ഒരു പട്ടികയാക്കി മാറ്റുകയാണ്. അതല്ല ചെയ്യേണ്ടത്. സംസ്ഥാനത്തെ എങ്കിലും നമ്മൾ യൂണിഫൈ ചെയ്യണം. ഇന്ത്യ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു വക്കിൽ നിൽക്കുകയാണ്. പലതരത്തിൽ അതിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ്റെ ഫോഴ്സസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഡിസിൻറ്റഗ്രേഷൻ്റെ ഫോഴ്സസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു രോഗത്തെ കൂടെ ഇടിച്ച് കയറ്റി ഇതില്ലാതാക്കി തീർക്കുന്ന ഈ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ആശങ്കാജനകമായ ഒരു പ്രവർത്തനമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നതിന് ആളുകളെടുത്ത് പറയണം. അതായത് ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ 4 കൊറോണ വൈറസ് കോമൺ കോൾഡിൻ്റെതാണ്. അതിൻ്റെ വൈറസിന് ഇതുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഇത് നിങ്ങൾ ആളുകളെ ഈ കോവിഡ് ആശുപത്രിയിലിട്ട് തള്ളിക്കയറ്റുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ ദി ആക്ച്വൽ SARS-CoV-2 ഓർ ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം ദി കൊറോണ വൈറസസ് ഓഫ് കോമൺ കോൾഡ്. സർവ്വസാധാരണമായിരിക്കുന്ന കോമൺ കോൾഡിൻ്റെ ഒരു വൈറസിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങളിത് സർവ്വവ്യാപിയാണ് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ എത്രയോ കാലമായിട്ട് ആശുപത്രികളിലും ക്വാറൻറ്റൈനിലും ഇട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി, ജീവനോപാധികൾ നഷ്ടപ്പെടുത്തി. ഇപ്പോഴീ നിങ്ങൾ നടത്തുന്ന ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഈ റിലാക്സേഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ജീവിതത്തെ സാധാരണഗതിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ളതല്ല. ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ബോൾഡായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ പരിശോധന കൂടുതൽ ശാസ്ത്രീയമാക്കുകയും നമ്മൾ ഉറപ്പായും തിട്ടമായിട്ടും ആ ശാസ്ത്രീയതയോടുള്ള കണ്ടെത്തുന്ന പോസിറ്റീവ് എന്ന് സംശയിക്കുന്നവരെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കി കൃത്യമായ ഡയഗ്നോസിസ് കൊടുത്ത് കോവിഡ് ആണെങ്കിൽ അവർക്ക് കോവിഡിൻ്റെ ചികിത്സ നൽകുകയും അവർക്ക് മറ്റ് രോഗങ്ങളാണെങ്കിൽ മറ്റ് രോഗങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കുകയും വേണം. അത് ചെയ്യുന്നതിന് പകരം കോവിഡിന് വേണ്ടി ഇവിടെ ക്ഷേത്രങ്ങളും മഹാ ആശുപത്രികളും അതിൻ്റെ സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇവിടെ ഒരു മഹാമാരി വന്നു എന്നൊരു സായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കും അങ്ങനെ തന്നെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കരുത്. അത് ചെയ്യുന്നത് ഈ പറഞ്ഞില്ലേ കുറേ വിദഗ്ധന്മാരെന്ന് പറയുന്ന കുറേ കക്ഷികൾ, ഇവർക്ക് ആരാണ് ഈ മെഡിക്കൽ ബിരുദം നൽകിയത് എന്ന് നമ്മൾ അന്തം വിട്ടു. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ആളുകളിൽ നിന്ന് വസ്തുതകൾ തമസ്കരിക്കുന്നുണ്ട്. ഇവിടെ എത്ര ആളുകൾക്കറിയാം ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാമിലിയാണ്. അത് ആളിലറിയണ്ടേ? നിങ്ങളുടെ ആളിനെ നിങ്ങൾക്ക് കൊറോണ ആണെന്ന് പറയാം. നമ്മൾ ഈ ജനറൽ ടേംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രോളിങ് ബാന് നമ്മൾ ട്രോളിങ് എന്നാണ് പറയുന്നതെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കോവിഡ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. കോവിഡ് എന്ന് പറയുമ്പോൾ SARS-CoV-2 ആണ്. SARS-CoV-2 അല്ലാതെ ഈ കൊറോണയ്ക്ക് വേറെ ഒരുപാട് വകഭേദങ്ങളുണ്ടെന്നും കൊറോണയ്ക്ക് പുതിയ വകഭേദങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അല്ലാതെ തന്നെയുള്ള കൊറോണയുടെ വകഭേദങ്ങളുണ്ടെന്നും 4 തരം കോമൺ കോൾഡിൻ്റെ വകഭേദങ്ങളുണ്ടെന്നും ഈ 4 തരം വൈറസും കോമൺ കോൾഡിൻ്റെ 4 തരം വൈറസും
ഈ അതിൻ്റെ പ്രഥമമായിട്ടുള്ള ഹോസ്റ്റ് എന്ന് പറയുന്നത് പ്രഥമമായിട്ട് അത് വരുന്നത് ഹ്യൂമൻ ബോഡിയിലാണെന്നും, നേരെ മറിച്ച് ഇതാണെങ്കിൽ ഇൻ്റർമീഡിയറി ആയിട്ട് ഏതെങ്കിലും ഒരു ആനിമലോ എന്തെങ്കിലും ഉണ്ടാകണം. അത് ഇതുവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? അതൊക്കെ എന്തിന് മറച്ചു വയ്ക്കുന്നു നിങ്ങൾ? അതെല്ലാം മറച്ചു വെച്ചിട്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ അയ്യോ COVID-19 എന്ന് പറഞ്ഞിട്ട് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഈ ഏർപ്പാടും അതിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ജീവിത സാധ്യതകളെ തടഞ്ഞു നിർത്തുന്ന ഏർപ്പാടും അങ്ങനെ. അതായത് ഇതിൻ്റെ ഈ കൊറോണ വൈറസിൻ്റെ സാധ്യത 1/5 നിങ്ങളുടെ ശരീരത്ത് കാണുന്ന കൊറോണ വൈറസുകളിൽ കൊറോണയുടെ സാധ്യത ഈ പറയുന്ന SARS-CoV-2 സാധ്യത 1/5 മാത്രമാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. പിന്നെ ആ 1/5 എന്ന് പറയുന്നതിനെ തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ചിട്ട് കൺഫേം ചെയ്ത ഡയഗ്നോസിസ് അത് കൂടെ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ. അത്രയും ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരാളുടെ രോഗം സ്ഥിരീകരിക്കാൻ പറ്റൂ. നിങ്ങൾ ഒരാൾ പോസിറ്റീവ് ആണെന്ന് കണ്ട് പറഞ്ഞില്ല ഒരു സ്പൈക്ഡ് ഒരു വൈറസിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് കൊറോണ ആണെന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ചിട്ട് നിങ്ങൾ ഒരാളിനെ രോഗിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഇവിടുത്തെ കുറേ ഭിഷഗ്വരന്മാരും ഒരു അവലോകന യോഗവും കൂടെ ചേർന്നിട്ട് മാസാമാസങ്ങളിൽ ഇങ്ങനെ കള്ളികൾ തയ്യാറാക്കി ആളുകളെ ഇങ്ങനെ ചെയ്യുന്നത് ദുരുദ്ദേശപരമാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അത്രയും ഇതിനെക്കുറിച്ച്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഈ ചതുരങ്ങളും കള്ളികളും ഒക്കെ വന്നതുകൊണ്ടും പല പഞ്ചായത്തുകൾ ഇപ്പോൾ കൊല്ലത്ത് തന്നെ 2-3 ഡിവിഷനുകളിലൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. എനിക്ക് പറഞ്ഞില്ല, ഞാൻ താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ എൻ്റെ 5 പോകുമ്പോഴോ എനിക്കവിടെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരുപാട് നാളായി. അതിന് ഒരുപാട് ഹർഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്നവരുടെ ധർമ്മമാണ്. അത് ഈ ശാസ്ത്രീയ വസ്തുക്കളെല്ലാം സപ്രസ് ചെയ്ത് വെച്ചിട്ട് ആളുകളിൽ അകാരണമായ ഭയമുണ്ടാക്കിക്കൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ പത്രവാർത്തകളെ സംബന്ധിച്ച് ഇത്രേ പറയാനുള്ളൂ, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പഴയ ചർച്ചകളിലേക്ക് തന്നെ തിരിച്ചു പോകാം. പഴയ ചർച്ചകൾ തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നോളജ് എക്കോണമിയുടെ ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുന്ന ഒരു റിഹേഴ്സലാണെന്നും ആളുകളെ ഈ തരത്തിൽ സോഷ്യലൈസേഷൻ, ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതെന്തോ പരിപാവനമായ എന്തോ സിദ്ധാന്തമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് വിശ്വസിക്കുന്ന DYFIക്കാരുള്ളൊരു നാടാണിത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നതിൻ്റെ തന്നെ പുതിയ രൂപമാണ്. ഇതൊരു രോഗത്തിൻ്റെ പേര് പറയുന്നു, മറ്റതൊരു മാനസിക രോഗത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു. ആ മാനസിക രോഗവും ഇപ്പോഴത്തെ ഈ രോഗവും തമ്മിൽ എന്തുമാത്രം അകൽച്ചയുണ്ടെന്ന് വരുന്നത് പിന്നീട് വരുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഇതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഇത് വരാനിരിക്കുന്ന ഒരു ടെക്നോളജിക്കൽ യുഗത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ അധ്യാപകരിൽ വലിയ വിഭാഗം ടെക്നോളജിക്ക് കീഴടങ്ങി ടെക്നോളജിക്ക് സബ്സർവിയൻ്റായിട്ട് അധ്യാപകരല്ലാതെ ജോലി ചെയ്യേണ്ടി വരും. അത് ഞാൻ ഇന്നലെ വിശദീകരിച്ചതുപോലെ നമ്മളൊരു ക്ലാർക്കാണ് അല്ലെങ്കിൽ ഒരു അറ്റൻഡറാണ് എന്നാൽ പോലും നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു അറ്റൻഡറോ പിയൂണോ വളരെ താണ തസ്തികയിൽ ഉള്ള ജോലി നിൽക്കുന്ന ആളായാലും ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ആളുകളെ കടത്തി വിടുന്നതും ഒരു യന്ത്രം ആളുകളെ ഒരു ക്യൂവിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ചില പരിഗണനകളൊക്കെ വേണ്ടി വരും ഇതിൻ്റെ മാനുഷികമായിട്ടുള്ള. അതാണ് പറഞ്ഞത്, മനുഷ്യൻ്റെ ഒരു നീതിബോധത്തിൻ്റെയും ന്യായബോധത്തിൻ്റെയും ഒരു സാന്നിധ്യം പ്രവർത്തനത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണം. അതിനവിടെ മനുഷ്യനുണ്ടായേ പറ്റൂ. അതിന് പകരം ഒരു യന്ത്രത്തെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാകുകയില്ല എന്നുണ്ട് തന്നെ. പ്രത്യേകിച്ചും അധ്യാപനത്തിൻ്റെയൊക്കെ രംഗത്ത് ആ തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നൊരു ബ്രെയിനുണ്ട്. ആ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യലൈസ്ഡ് ബ്രെയിൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ സോഷ്യലൈസ്ഡ് ടീച്ചർ ഹാസ് എ സോഷ്യലൈസ്ഡ് ബ്രെയിൻ. അങ്ങനെ അല്ലാത്ത ബ്രെയിൻ തീരെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന ഈ ഭിഷഗ്വര സമിതിയിലൊക്കെ പെട്ട ആൾക്കാരും വിദഗ്ധന്മാരും എന്നൊക്കെ പറയുന്നത് അതൊരു ബ്രെയിൻലെസ് ഹ്യൂമാനിറ്റിയുടെ ഒരവസ്ഥയാണ്, അതിൻ്റെ ഒരു ദുരന്തമാണ്. പക്ഷേ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്, അതാണിപ്പം നാട്ടുംപുറത്തുകാരൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, അതൊരു സോഷ്യലൈ അക്വയർഡായിട്ടുള്ളൊരു സെൻസാണ്. അവൻ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ അവൻ അക്വയർ ചെയ്തൊരു സെൻസാണ്. അങ്ങനെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു അക്വയർഡ് സെൻസിൻ്റെ ഇരിപ്പിടമാണ്.
അതിൽ പലതരത്തിലുള്ള അറിവിൻ്റെയും പലതരത്തിലുള്ള അനുഭവങ്ങളുടെയും സംഗ്രഹമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊരു യന്ത്രത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഈ ഒരു സെൻസിബിലിറ്റി, ദറ്റ് ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ഒരു യന്ത്രത്തിനൊരു സെൻസിബിലിറ്റി ഉണ്ടാകണമെന്നില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ യന്ത്ര മനുഷ്യനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോഴോ ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. മനുഷ്യൻ ചെയ്യുന്ന പല മാനുവലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ നോളജ് എക്കോണമിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദി സോഷ്യലൈസ്ഡ് ബ്രെയിൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് ദെയർ. ഇറ്റ് ഈസ് ബീയിങ് ഡിസ്മാൻറ്റിൽഡ് when you come to the stage of knowledge economy, for it is reduced and commodified for the profit purpose of transnational corporations or neo-capitalism. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിനെ ഈ തരത്തിലുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ബ്രെയിനെ റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞില്ലേ, ഒരു നോൺ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയ 1.5 വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോൺ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, അതിൽ നിന്ന് വരുന്ന ഹ്യൂമാനിറ്റിക്കുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് പിണറായി വിജയനെ പോലെയുള്ള ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. പിന്നെ അദ്ദേഹം പറയുമ്പോഴത്തേക്ക് യെസ്മെൻ എന്ന് പറയാൻ നിൽക്കുന്നവർ അവർക്ക് ശാരീരികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ബ്രെയിൻ ഉണ്ടോ, അത് സോഷ്യലിസ്റ്റ് ബ്രെയിനാണോ, അതുകൊണ്ടാണോ അതൊരു അസറ്റ് എന്നുള്ള രീതിയിൽ, ഹ്യൂമൻ അസറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് ബ്രെയിനാണോ, ഒരു സോഷ്യലിസ്റ്റ് ലൈഫാണോ, ഒരു സോഷ്യലിസ്റ്റ് ലൈഫ് പരിസരമാണോ എന്നുള്ളതല്ല. അവർക്ക് അവരുടേതായ പ്ലഷർ കിട്ടുന്ന ഒരു മാർഗങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട് ഈ പറഞ്ഞ ഈ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് അവരുടെ അടുത്ത് അത് പറഞ്ഞിട്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എങ്കിലും പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അത് അത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പഴയ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തുകൊണ്ടാണ് അദാനിക്ക് അന്ത്യഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് വിഴിഞ്ഞത്തൊരു ഷെയർ ഉണ്ടായി വരുന്നത്? ഇപ്പോൾ ഒരു വിമാനത്താവളം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ വിമാനത്താവളം അല്ലെങ്കിൽ ആ തരത്തിലൊരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് അതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് പബ്ലിക് സെക്ടറിന് തനിയെ ചെയ്യാൻ പറ്റില്ല. ദി പബ്ലിക് സെക്ടർ വിൽ ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് എ പ്രൈവറ്റ് ഫേം എന്നുള്ള തരത്തിലാണ്, പോസിബിളി ആൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ഫേം. അങ്ങനത്തെ വ്യവസ്ഥ നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കി കഴിഞ്ഞു, അത് നമ്മളറിയണം. അതിനി ഉണ്ടാകാൻ പോകുന്നതല്ല, ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് സ്വതന്ത്രമായിട്ട് പബ്ലിക് സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മുടെ പബ്ലിക് സെക്ടറിൻ്റേത് മാത്രമായ ഒരു പ്രോജക്റ്റ്, ഒരു പ്രൊഡക്ഷൻ പ്രോജക്റ്റ് ഉണ്ടാക്കാനാവാത്ത തരത്തിൽ ഏത് പ്രൊഡക്ഷൻ പ്രോജക്റ്റ് ഉണ്ടാക്കിയാലും അതിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പങ്കാളി, ഒരു സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകണം എന്ന ഒരു വ്യവസ്ഥ നമ്മൾ ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്കോണമി നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, പിന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടുത്തെ നോൺ ലെഫ്റ്റ് എക്കണോമിസ്റ്റുകൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 95 നമ്മളിത് ആരംഭിക്കുകയാണ്. ആരംഭിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല, ഓരോ കരാറുകളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ട്രീറ്റിയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് CPM മുടക്കി. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ന്യൂക്ലിയർ രംഗത്ത് നമ്മുടെ ഒരു പരമാധികാരത്തെ ഒരു വലിയ പരിധിയോളം മറ്റൊരു രാജ്യത്തിന് സറണ്ടർ ചെയ്യുന്ന ചില അംശങ്ങൾ ആ ട്രീറ്റിയിലുണ്ട്. അതായത് നമ്മുടെ ഈ ന്യൂക്ലിയർ പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഏതാണ്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകുന്ന തരത്തിലുള്ള ഒരു സറണ്ടർ അതിനകത്തുണ്ട്. അമേരിക്ക അത്ര ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മുടെ സിവിലിയൻ പർപ്പസസിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ന്യൂക്ലിയർ പവർ അതിനെപ്പറ്റി ഡിക്റ്റേറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ കൺട്രോൾ അവർക്ക് കൊടുക്കുകയും നമ്മൾ അവരുടെ ആജ്ഞാനുവർത്തികളായി തീരുകയും ചെയ്യുന്നൊരവസ്ഥ അതിൽ നിന്ന് സംജാതമായി ഉണ്ടായി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂക്ലിയർ ഈ പവർ എന്ന് പറഞ്ഞാൽ പലതരം ആവശ്യങ്ങൾക്കും, ഇപ്പോൾ മനുഷ്യനെ ഉപദ്രവിക്കാനും സിവിലിയനായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ന്യൂക്ലിയർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഊർജ്ജത്തിൻ്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പോൾ
ഇപ്പോൾ ഊർജം എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചത് ഏറ്റവും പ്രധാനമായൊരു സംഗതിയാണ്. അത് പെട്രോളിൻ്റെ രൂപത്തിലായാലും അത് ഈ പറഞ്ഞതുപോലെ ആണവ ഊർജമായാലും അത് സൗരോർജമായാലും അത് വിൻഡ് എനർജി ആയാലും ഏത് തരത്തിലായാലും ഊർജത്തിൻ്റെ പല സ്രോതസ്സുകളെയും ആൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നമ്മളൊരു ന്യൂക്ലിയർ ട്രീറ്റി ഉണ്ടാക്കുമ്പോൾ ആ ന്യൂക്ലിയർ ട്രീറ്റിയുടെ ചരട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണമെന്നും നമ്മളല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സഹകരണം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളോട് സഹകരിക്കാൻ വരുന്ന ഒരു വൻതോക്ക്, ആ രംഗത്തെ ഒരു വൻതോക്ക് നമ്മൾ വിഴുങ്ങുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണമെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൻമോഹൻ സിംഗ് അതിന് വഴങ്ങിക്കൊടുത്തു. ഇപ്പോൾ എണ്ണ കമ്പനികൾ പറഞ്ഞില്ലേ, എണ്ണ കമ്പനികളുടെ ഒരു അധികാരത്തിൻ്റേതായൊരു പരിധി എണ്ണ വില നിശ്ചയിക്കുന്നതിൽ രൂപപ്പെട്ട് വരുമ്പോൾ തന്നെ ഈ തരത്തിൽ എണ്ണയും ഈ തരത്തിൽ എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ മാത്രം കിടക്കുക. നമ്മുടെ ആ ഊർജത്തിൻ്റെ രംഗത്ത് വിദേശ ശക്തികൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് നടത്തിയ കൈകടത്തലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള എണ്ണ കമ്പനികൾ തന്നെ ആകാം. പക്ഷേ ആ എണ്ണ കമ്പനികൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു പരമാധികാരത്തിൻ്റെ തലത്തിലല്ലെങ്കിൽ പോലും ഒരു വലിയ തലത്തിൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയെ നിർണ്ണയിക്കുന്നതിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ ഉണ്ടായി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഈ പറഞ്ഞില്ലേ ഗവൺമെൻറ്റിൻ്റെ ചരടുകൾ കയ്യിൽ നിന്ന് പോവുകയാണ്. ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജലസമൃദ്ധിയാണ്. ആ ജലം ഏതെല്ലാം തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് നമ്മുടെ പൂർവികർ അത് ഏറ്റവും ക്രിയേറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അടുത്തുള്ള വീടുകളിലെ പറമ്പുകളിലൊക്കെ കുളങ്ങളുണ്ടായിരുന്നു. കൊച്ചു കൊച്ചു കുളങ്ങൾ അവർ കുഴിക്കുമായിരുന്നു. അതെന്തിനു കുളങ്ങളെന്ന് ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് കുളങ്ങൾ മൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ കുളങ്ങൾ കുഴിക്കുമായിരുന്നു. ആ കുളങ്ങൾ കൊണ്ട് മൊത്തത്തിൽ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അന്ന് ഈ കുഴലുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അത് എങ്ങനെ അത് കൃഷിക്കും മണ്ണിനും പ്രയോജനപ്പെടും എന്നുള്ള കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ പൂർവികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജലം എന്നുള്ളതിൻ്റെ പ്രാധാന്യം എന്തെന്ന് അറിയാമായിരുന്നു. ജലം നല്ല നമ്മുടെ ഈ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ വരുമ്പോൾ ജലം ഒരു വലിയൊരു, ഇപ്പം അഗ്നി ജലം എന്നൊക്കെ പറഞ്ഞ് ഈ പ്രധാനപ്പെട്ട ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ജലം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമല്ലാത്ത തരത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്, കേരളത്തിന് ദാനമായി കിട്ടിയതാണ്. നമ്മളിപ്പോൾ വരൾച്ച എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്ന വരൾച്ചയുടെ സാഹചര്യമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം താരതമ്യേന ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇവിടെ ജലസമൃദ്ധി എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ജലം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയും, നമ്മൾ പറയുന്നത് നമുക്ക് കുളിക്കാൻ കുളങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമീണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടച്ചുമൂടിയ കുളിമുറികൾക്കുള്ളിൽ നിന്ന് നമ്മൾ വളരെ ഇതായിട്ടുള്ള ആസ്വദിച്ച് കുളിക്കുന്നുണ്ടാകും. പക്ഷേ അതിനേക്കാളും ബാത്തിങ് ടപ്പിൽ കുളിക്കുന്നതിനേക്കാളും വളരെ മനോഹരമായ കുളിസ്ഥലങ്ങൾ നമുക്കുണ്ടായിരുന്നു. പിന്നെ പഴയ അതിൻ്റെ ഏറ്റവും അഴുകിയ രൂപങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പോത്തേരി കുഞ്ഞമ്മൂൻ്റെ നോവലിലൊക്കെ പറയുന്ന പോലെ ഉള്ള കൂട്ടു കുളിസ്ഥലങ്ങൾ, വലിയ കുളിക്കടവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ബോറായിരുന്നു. എന്നിരുന്നാലും ഈ തരത്തിൽ ജലം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പവറായിരുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബലം ജലമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബഗ്രാനെങ്കിൽ ഇപ്പോൾ ആ തരത്തിലുള്ള വലിയ വലിയ പദ്ധതികളൊക്കെ വരുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ഒരു സാധ്യതയായിട്ട് നമ്മളെന്നും കണ്ടിരുന്നത് ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ പറഞ്ഞില്ലേ, അതിനുവേണ്ടിയുള്ള നടപടികളുണ്ടായി. നമുക്ക് ഈ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും വേണ്ടി നമ്മൾ അണക്കെട്ടുകൾ നിർമ്മിച്ചു. അണക്കെട്ടുകൾ ജലം തടുത്ത് നിർത്തി നമ്മൾ കെട്ടുന്ന അണക്കെട്ടുകളാണ്. അപ്പോൾ ആ ജലം എങ്ങനെ ഉപയോഗപ്പെടുത്താം, ജലത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ റേസ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് ഈ അണക്കെട്ടുകളിലൂടെ നമ്മൾ ആലോചിക്കുന്നത്. ജലം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ജലം എവിടെയെങ്കിലും കെട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടൊരു പ്രയോജനമില്ല. ജലത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ പവറാക്കി മാറ്റാം
പവർ എന്ന് വെച്ചാൽ അധികാരം എന്നുള്ളർത്ഥം കൂടെ അതിനകത്തുണ്ട്. അതിലൂടെ നമുക്ക് അധികാരവും ശക്തിയും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേരളത്തിൻ്റെ 1 നമ്പർ സാധ്യത ആയിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. കൃഷി അതിൻ്റെ പിന്നാലെ, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പിന്നാലെ വരുന്നതാണ്. അപ്പോൾ ആദ്യമേ ഈ പറഞ്ഞില്ലേ, ഈ ഗ്ലോബലൈസേഷൻ്റെ പീരീഡിനോട് പരിസ്ഥിതി വാദം വരുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഈ ജലസ്രോതസ്സുകളുടെ മണ്ടയ്ക്കടിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗമാണ് നടത്തിയത്. അതായത് ജലവൈദ്യുത പദ്ധതി, അതിപ്പോൾ പറഞ്ഞില്ലേ, ഒരു ലാവ്ലിൻ കരാറിൽ വന്ന് അതെങ്ങനെ നിന്നു എന്നുള്ളറിയാം. നമ്മുടെ പഴയ ജലവൈദ്യുത പദ്ധതികളാണ്. ഒരു പുതിയ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ജലവൈദ്യുത പദ്ധതി ജലത്തിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിച്ചാൽ അത് നഷ്ടമായിരിക്കും, പിന്നെ അതുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും, പരിസ്ഥിതി ആകെ തലകുത്തി വീഴും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് ആ തരത്തിൽ ജലവൈദ്യുതിയെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു ഇടപെടലാണ്, കൃത്യമായൊരു ഇടപെടലാണ്. കാരണം വെച്ചാൽ ഒരുപാട് ആയിരക്കണക്കിന് പരിസ്ഥിതി സംഘടനകൾ കേരളത്തിലുണ്ടായി. ആ പരിസ്ഥിതി സംഘടനകളുടെ യോജിച്ചൊരു മുദ്രാവാക്യം, അതാണിപ്പോൾ നമ്മളിപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ആദ്യം തെറ്റുന്നത്, CITയും ഈ പരിഷത്തുമായിട്ട് ആദ്യം തെറ്റുന്നത് ഈ ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്താണ്. ഇതിൻ്റെ താല്പര്യം, കേരളത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിയാണ് പരിഷത്ത് ഉന്നയിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇത് ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു NGO എന്നുള്ള നിലയിൽ ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള എല്ലാ എൻവയോൺമെൻ്റലിസ്റ്റുകളും ഈ തരത്തിൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിൻ്റെ നിലനിൽപ്പിന് ഹാനികരമാണ് എന്നൊരു സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടില്ല എന്നറിയാമെന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ ദർ ഇസ് റിസ്ക് ദയർ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടുന്ന് എറണാകുളത്തു നിന്നൊക്കെ ഒരു 3-4 വർഷത്തിന് മുമ്പ് ആളിലൊക്കെ ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടനാട്ട് നാളിൽ ഒഴിഞ്ഞു പോകുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കടൽ തീരത്ത് നാളിൽ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ആ തരത്തിൽ പറഞ്ഞില്ല, ഇത് ജീവിക്കാൻ യോഗ്യമായ ഒരു സംസ്ഥാനമല്ല എന്നുള്ള തരത്തിൽ നമ്മുടെ കായലുകളും ജലാശയങ്ങളും നമുക്ക് ഭീഷണികളായി തീരും എന്നുള്ള അർത്ഥത്തിൽ, നമ്മുടെ അണക്കെട്ടുകൾ നമുക്ക് വലിയ ഒരു ജീവിതത്തിൻ്റെ വെല്ലുവിളികളായി തീരും എന്നുള്ള അർത്ഥത്തിൽ നമ്മളെല്ലാത്തിനെയും ഭയക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു നമ്മുടെ ഈ പരിസ്ഥിതിവാദം. പരിസ്ഥിതിവാദം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഒന്നാമത് ഈ പരിസ്ഥിതി എന്താണ് എന്ന് ഉള്ളതിന്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞില്ല, ഇപ്പോൾ എക്കോളജി എന്ന് പറയുന്നതും ഈ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നതും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, എക്കോസിസ്റ്റം എന്ന് പറയുന്നതും ഈ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് തമ്മിലുള്ള, എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാൻ മെയ്ഡ്. അത് മാൻ ഈ പറയുന്ന ഒരു ഗിവൻ എക്കോസിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടായി വരുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് എ ഹ്യൂമൻ എലിമെൻറ്റ് ഇൻ ഇറ്റ്. എൻവയോൺമെൻറ്റിലൊരു ഹ്യൂമൻ എലിമെൻറ്റ് കൂടി ഉണ്ട്. ശുദ്ധമായ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റും കൂടെ ഉണ്ടായി വരുമ്പോഴാണ് എൻവയോൺമെൻറ്റ് ഉണ്ടായി വരുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അത്രയും പോലും തിട്ടമില്ലാത്ത ആൾക്കാർ പരിസ്ഥിതിവാദം എന്നും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് പരിസ്ഥിതിയെ രക്ഷിപ്പിൻ എന്ന് പറഞ്ഞിട്ട്, ശരിയാണ്, നമ്മുടെ കുളങ്ങളും കായലുകളും ഒക്കെ ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഈ വാസയോഗ്യമായ ഭൂമി ഇല്ലാതായി തീരുമ്പോഴത്തേക്ക് അതൊക്കെ ആളുകൾ കയറണം. അങ്ങനെ നമ്മുടെ നെൽപ്പാടങ്ങൾ നമുക്ക് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ നമ്മുടെ ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റങ്ങളാണ്. നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായില്ല, നമുക്ക് കാർഷിക രംഗത്ത് വളർച്ചയുണ്ടായില്ല, രണ്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഒരു ഫോറിൻ ഇൻ്റർവെൻഷൻ ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് ഈ NGOസിലൂടെ ഈ 1990-കളാകുമ്പോഴേക്ക് തന്നെ NGOs, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അവരുടെ പ്രോജക്റ്റ് നിർവഹിക്കുന്നതിന് ഈ പള്ളിയും ഈ ആ തരത്തിലുള്ള ആരാധനാലയങ്ങളിലും കൂടെ പമ്പ് ചെയ്തിട്ട് കേരളത്തെ വരുതിയിൽ നിർത്താനുള്ള അവരുടെ ശ്രമം വിജയിക്കില്ല എന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജലസമൃദ്ധിയാണ്. എങ്ങനെയാണ് ജലസമൃദ്ധിയെ അറസ്റ്റ് ചെയ്ത് വയ്ക്കുക, അതിനെ എങ്ങനെ നിഷ്ക്രിയമാക്കി നിർത്തുക, അതിലൊന്ന് പവർ റൈസ് ചെയ്യുന്ന ഈ സമ്പ്രദായങ്ങളെ എങ്ങനെ ഉപരോധിക്കുക, ഇതിനായിട്ട് നടക്കുന്നൊരു ഫോറിൻ ഇൻ്റർവെൻഷൻ്റേതായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട്. ഇത് ഡിസ്പ്യൂട്ടബിളാണ്, ഇതിപ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ അത് ഞാനൊരു ആർഗ്യുമെൻ്റായിട്ട് പറയുന്നതാണ്. എന്നാൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഞാനിത് കേരളത്തിൻ്റെ ഒരു
പശ്ചാത്തലത്തിൽ ഇതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളത്തിലേക്ക് പിന്നീട് നമുക്ക് വരാം. നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഈ എനർജിയുടെ ഒരു ക്രൈസിസ് നമുക്കുണ്ട്. നമ്മൾ കൽക്കരിയിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അത് നമ്മളിവിടെ പരീക്ഷിച്ച് നോക്കിയാണ്, കേരളത്തിൽ പരീക്ഷിച്ച് നോക്കിയാണ്. സൗരോർജ്ജം, അപ്പോൾ ഇതിൽ പറഞ്ഞില്ലേ, അതിന് ആണവോർജ്ജത്തിൻ്റെ ഒരു സംഭവം വന്നു. ഊർജ്ജം നമ്മളെടുക്കുക, ആദ്യത്തെ ഒരു അജണ്ടയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആണവോർജ്ജത്തിൻ്റെ ഒരു കരാർ നമ്മളുണ്ടാക്കി. അത് ഇന്ത്യക്ക് ഗുണകരമായിരുന്നു എന്ന് ഉള്ളതിന് എന്തെങ്കിലും, അതായത് ഇന്ത്യൻ എക്കോണമി ഏതെങ്കിലും തരത്തിൽ ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയോജനം ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ആണവ ഊർജ്ജമല്ല, ഇപ്പോൾ ഈ നിങ്ങളീ പറയുന്നത് പോലെ ഈ കൊറോണയെക്കാളും മാരകമായ റിസ്ക് ഉണ്ട് ഈ ആണവോർജ്ജം പ്രയോജനപ്പെടുന്നിടത്ത്. ഇപ്പോൾ കൽപ്പാക്കത്ത് നമ്മൾ സമരം നടത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ വളരെ ജെന്യൂനായിട്ടുള്ള കാരണങ്ങളുണ്ട്. ദർ ഇസ് എ റിസ്ക് എലിമെൻറ്റ്. ഇപ്പോൾ വെസൂവിയസിൻ്റെ അടുത്ത് ആളുകൾ താമസിക്കുമെന്ന് പറയുമ്പോൾ ദർ ഇസ് എ റിസ്ക് എലിമെൻറ്റ്. നമ്മൾ ആണവോർജ്ജത്തിൻ്റേതായിട്ടുള്ള സ്ഥാപനങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അവിടെ എല്ലാം റിസ്ക് എലിമെൻ്റ് ഉണ്ട്. കൊറോണയെക്കാളും വലിയ റിസ്ക് എലിമെൻ്റ് ഉള്ള സാധനങ്ങളാണ്. അവിടെയൊക്കെ എവിക്ഷൻ നടക്കും, ആ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമുക്ക് എത്രത്തോളം പോസിറ്റീവായിട്ട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കരാർ നമ്മളുണ്ടാക്കി, ആ കരാറിലൂടെ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, അതൊരു പിന്നോട്ടടിയായിരുന്നു. നമ്മളിപ്പോൾ ഊർജ്ജത്തിൻ്റെ സെക്ടർ മാത്രം എടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ പെട്രോളിൻ്റെ വിലക്കയറ്റവും ഇപ്പോൾ അന്തർദേശീയ തലത്തിലുള്ള പെട്രോളിൻ്റെ വിലയും ഈ പറഞ്ഞില്ല ഈ ആൾട്ടർനേറ്റീവായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കരാർ നമ്മളുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൗരോർജ്ജ കരാറുണ്ടാക്കി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുണ്ടാകാത്ത പൊല്യൂഷൻ അല്ലെങ്കിൽ നാശം സൗരോർജ്ജത്തിൽ നിന്നും, സൗരോർജ്ജ ആ നിർമ്മിതിയിൽ നിന്നും ഈ ആണവ ഊർജ്ജ നിർമ്മിതിയിൽ നിന്നും ഉണ്ടായി വരുന്നുണ്ട്, കൽക്കരിയിൽ നിന്നും ഉണ്ടായി വരുന്നുണ്ട്. പൊല്യൂഷൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അത് പരിസ്ഥിതിവാദികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഉദാഹരണത്തിന് സൗരോർജ്ജത്തെ ഇവിടുത്തെ പരിസ്ഥിതിവാദികൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തതാണ്. പക്ഷേ സൗരോർജ്ജം എന്ന് പറഞ്ഞത് പലതരത്തിലും ഒരു പൊല്യൂഷൻ്റെ ഒരു പറഞ്ഞില്ലേ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ലാർജ് പ്രോജക്ട്സ് വരുമ്പോഴത്തേക്ക് ചൈനയിലെ ഒരു ജലാശയത്തിൽ ഈ മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങുന്നതായിട്ട് കണ്ട് അവസാനം അവർ പരിശോധിച്ചപ്പോഴത്തേക്ക് അതവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ സൗരോർജ്ജ സ്ഥാപനത്തിൻ്റെ പൊല്യൂഷൻ ഉണ്ടാകുന്നതാണെന്ന് കണ്ട് എന്നിട്ട് അവർ അത് പൊളിച്ചു മാറ്റി. അപ്പോൾ എല്ലാത്തിനും പൊല്യൂഷൻ ഉണ്ടാകും. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് കവിഞ്ഞ് സൗരോർജ്ജം വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സൗരോർജ്ജം എല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മളും സൗരോർജ്ജം പരീക്ഷിച്ചു. നമ്മൾ സൗരോർജ്ജം പരീക്ഷിക്കുമ്പോൾ വരുന്നത് എന്താണ്? ഒരു കരാർ, ഇപ്പോൾ ന്യൂക്ലിയർ ട്രീറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൗരോർജ്ജത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ US ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങുകയാണ്. കാശ് വാങ്ങുന്നത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ പണവും ഇൻഫ്രാസ്ട്രക്ചറിന് പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാശ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയാണ്. അതായത് ഇവിടെ സൗരോർജ്ജം വ്യാപിപ്പിച്ചു കൊള്ളാം. രണ്ട് തരത്തിലുള്ള റൂഫ് ടോപ്പ് സോളാറുണ്ട്, പൈപ്പ് ലൈൻ സോളാറുണ്ട്, ഹെവി പ്രോജക്ട്സാണ്. അപ്പോൾ അതാണ് മല്ലേരി ശ്രീധരൻ നായരും സരിതയും കൂടെ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത്. അതൊരു വലിയ സംരംഭം, ഒരു വലിയ പ്രോജക്റ്റ് എന്നുള്ളതിൽ കുറേ അധികം ഭൂമി കിൻഫ്രയിൽ നിന്ന് അവിടെ നിന്നൊക്കെ സൗജന്യത്തിന് കിട്ടിയ ഒരു വലിയ പ്രോജക്റ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിൻഡിൻ്റെ കാര്യം വരുമ്പോഴും കുറേ അധികം ഭൂമി വേണ്ടി വരും. അപ്പോൾ ആ ഭൂമി അങ്ങനെ കൊടുക്കുന്നത് ഈ അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഈ ഊർജ്ജമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രയോജനപ്രദമാണോ എന്നുള്ളതൊക്കെ അതിനകത്ത് ഈ ഒരു പ്രശ്നമുണ്ട്, എക്കോണമിയുടേതായിട്ടൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ വൈദ്യുത പ്രോജക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി നാശത്തിൻ്റെ പേരിൽ നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഈ സൗരോർജ്ജത്തിൻ്റെ അതിൻ്റെ കരാറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൗരോർജ്ജത്തിൻ്റെ കരാറിലുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യ അതിൻ്റെ തനതായിട്ടുള്ള സൗരോർജ്ജ സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുകയില്ല. അതാണ് അതിൻ്റെ ദർ വുഡ് ബി നോ പ്രൊഡക്ഷൻ. അത്തരം സാങ്കേതിക ഉപകരണങ്ങളുടെ പ്രൊഡക്ഷൻ ഇന്ത്യ നടത്തുകയില്ല. അത് മുഴുവനും അമേരിക്കയിൽ നിന്നും മറ്റ് വിദേശ കമ്പനികളിൽ നിന്നും വാങ്ങിക്കൊള്ളാമെന്നുള്ളൊരു കരാറിലാണ് നമ്മൾ ഒപ്പുവയ്ക്കുന്നത്. ഈ പ്രൊഡക്ഷനെ ഉപരോധിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം എങ്ങനെയാണ് അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
ഇവിടെ കേരളത്തിൽ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് ഡൈവേർട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രൊഡക്ഷനെതിരെയുള്ളൊരു ഉപരോധമാണ്. ഉൽപ്പാദനാധിഷ്ഠിതമായ ഒരു പ്രവർത്തനം, ഉൽപ്പാദനാധിഷ്ഠിതമായൊരു എക്കോണമിയുടെ പ്രവർത്തനത്തിന് ഉപരോധിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് പോകണം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ അതുമല്ല, ഇത് വളരെ പച്ചയ്ക്കുള്ളൊരു എഗ്രിമെൻ്റാണ്, ഒരു സംശയലേശമില്ലാത്ത എഗ്രിമെൻ്റാണ്. നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയില്ല, നമ്മളൊന്നും ഉൽപ്പാദിപ്പിക്കുകയില്ല. ഞാനിപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല എന്ന് എഴുതി കൊടുക്കുന്നത് പോലെയാണ്. ഞാനൊരു ബ്രഹ്മചാരിയായിരിക്കും എന്ന് ഒരാൾ പ്രതിജ്ഞ ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെ ചില പ്രതിജ്ഞകൾ നമ്മൾ പണ്ട് ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതുപോലെ ചന്ദനു സത്യവതിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ബ്രഹ്മചാരിയായിരുന്നു കൊള്ളാം, എനിക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു താല്പര്യം നിറവേറ്റാണ്. ഇപ്പോൾ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പറഞ്ഞു, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഭീഷ്മർക്ക് രാജ്യമൊന്നും വേണ്ടായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് കാശ് തരാം, കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ശരി, നമ്മൾ പണം കൈപ്പറ്റുന്നു. പണം കൈപ്പറ്റിയിട്ട് നമ്മൾ കരാറിൽ ഒപ്പുവെക്കുന്നു. ഇത് പറഞ്ഞാൽ ഇതൊരു മോഡലാണ്, ഒരു മാതൃകയാണ്. ഇന്ത്യ എങ്ങോട്ട് പോവുകയായിരുന്നു എന്നുള്ളതിൻ്റെ മാതൃകയാണ്. നമ്മുടെ എക്കണോമിസ്റ്റുകൾ ഇതിൻ്റെ അഭിപ്രായം പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉഷ്ണരാജ്യം എന്നുള്ള നിലയിൽ സൗരോർജ്ജത്തിൽ നിന്ന് കിട്ടാവുന്ന സാധ്യതകൾ, അതിനെ ഏത് പരിധി വരെ, നമ്മളിപ്പോൾ ജലവും അഗ്നിയും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജലത്തിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ എത്രത്തോളം റൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ പവർ എത്രത്തോളം റൈസ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരീക്ഷണമാണ് കേരളത്തിൽ നടത്താൻ കഴിയുന്നത്. അതിനാദ്യമേ എൻവയോൺമെൻറ്റൽ ആ വാദം കൊണ്ടുവന്ന് അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് ആ തരത്തിലുള്ള പ്രൊഡക്ഷൻ നിർത്തിവെച്ചു ജലവൈദ്യുത പദ്ധതികൾ. രണ്ടാമത് സൗരോർജ്ജം നിങ്ങൾക്ക് ആകാം. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത്, ഉഷ്ണരാജ്യത്ത് സൗരോർജ്ജത്തിൻ്റെ സാധ്യതകൾ വലുതാണ്. നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മൾ തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ തന്നെ ഈ തരത്തിൽ നമ്മുടെ ജലത്തിൻ്റെ സാധ്യതകളെ തന്നെ നമ്മൾ അത് കുപ്പിയിലാക്കി വിഴുങ്ങുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റി കമ്മോഡിഫൈ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക്, കമ്മോഡിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു വലിയൊരു അപകടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് നിലവിലിരിക്കുമ്പോഴാണ് സൗരോർജ്ജ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. അവിടെ എന്താണ് പറയുന്നത്? ദർ ഇസ് നോ പ്രൊഡക്ഷൻ ഓൺ അവർ പാർട്ട്. നമ്മൾ കൊടുക്കുന്ന വാക്കതാണ്. അതായത് ഇതിൻ്റെ സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെട്ടാലും ആ സാങ്കേതിക വിദ്യ ഉപകരണങ്ങൾ ഇവിടെ ഈ സൗരോർജ്ജം വ്യാപിപ്പിക്കുന്നതിന് ഉപയോഗിക്കുകയില്ല. അതിന് നമ്മൾ വിദേശത്തു നിന്ന് എക്സ്പോർട്ട് ചെയ്തു കൊള്ളാം എന്ന് നമ്മൾ ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയും, ആ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം അത് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് US ഇന്ത്യക്കെതിരെ WTOയിലൊരു പരാതി സമർപ്പിക്കുകയും, ആ പരാതി സമർപ്പിക്കാനായിട്ട് ഏതാണ്ട് വർഷങ്ങളോളം ഒരു കമ്മിറ്റി, WTOയുടെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, കമ്മിറ്റിയുടെ ജഡ്ജിമാരെല്ലാവരും കൂടെ അവസാനം എനിക്ക് തോന്നുന്നു അതൊരു 2017 മറ്റോ ആണ്, ഹിന്ദുവിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, ഇന്ത്യ ഭീകരമായൊരു കുറ്റം ചെയ്തിരിക്കുന്നു. ഒരു കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ചില തദ്ദേശീയ സാങ്കേതിക ഉപകരണങ്ങൾ കൂടി ഇവിടെ സൗരോർജ്ജ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊരു കരാർ ലംഘനമാണ്. അതുകൊണ്ട് ഇത്ര $3 ശിക്ഷ വിധിച്ചു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. സൂര്യൻ നമ്മുടെ മാനത്ത് ഉദിച്ച് നിൽക്കുന്നു, അവിടെ നമുക്ക് ഹീറ്റ് കിട്ടുന്നു, അതിൽ നിന്ന് നമ്മളൊരു ഊർജ്ജം ഉണ്ടാക്കുന്നു. ആ ഊർജ്ജം ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ അറിയാഞ്ഞിട്ടല്ല, നമുക്കറിയാം. അതിൽ നിന്ന് നമ്മളുണ്ടാക്കി ആ ഒരു ഊർജ്ജം കൂടെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഒരു ഊർജ്ജത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളതും കൂടെ, ഒരു ബദലായിട്ട് വരുന്ന ഒരു ഊർജ്ജത്തിൻ്റെ കൂടെ നമ്മളതും കൂടെ കൊണ്ടുവരും. നമുക്കത് പൊതുമേഖലാതലത്തിൽ ചെയ്യാം. ഗവൺമെൻറ്റിന് പൊതുമേഖലാതലത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ സൗരോർജ്ജം. പക്ഷേ അതങ്ങനെ അല്ല സംഭവിച്ചത്. അത് ആ തരത്തിൽ പുറത്തുനിന്ന് വാങ്ങണമെന്നും, അത് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രി ആയിട്ട് മാറുകയാണ്. സൗരോർജ്ജം ഇന്ത്യയിലൊരു പ്രൈവറ്റ് ഇൻഡസ്ട്രി ആയിട്ട് മാറുകയാണ്. ഒരുപാട് കമ്പനികൾ അതിൽ ഇടപെടുകയാണ്. ഇവിടെ അതിൻ്റെ ഒരുപാട് ഏജൻസികളുണ്ടായി വരികയാണ്. അവസാനം നമ്മുടെ KSEBയും കൂടെ അതിൻ്റെ ഒരു വക്താവായി മാറി, ഒരു ഏജൻ്റായി മാറി. KSEBയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൻ്റെ ഒരു പവറാണ്. അത് വെറും പവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല,
വിദ്യുച്ഛക്തി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരു അധികാര വ്യവസ്ഥയിൽ കേരളം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു സ്ഥാപനമാണ് KSEB എന്ന് പറയുന്നത്. നമ്മുടെ പബ്ലിക് സെക്ടറിൽ നിൽക്കുന്ന, തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ലാഭമോ നഷ്ടമോ അത്ര എന്നുള്ളതല്ല, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ പറഞ്ഞില്ല ഇപ്പോൾ കനേഡിയൻ, ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞില്ല ഇടുക്കിയിലെ ഹൈഡൽ പ്രോജക്റ്റ് ആയാലും പല പ്രോജക്റ്റുകളായാലും ഇവിടെ രാജാക്കന്മാരെ ഭരിച്ചിരുന്ന കാലത്തായാലും നമ്മളിവിടെ കുറേ വൈദ്യുത നിലയങ്ങളുണ്ടാക്കി, നമ്മൾ കുറേ ഇറിഗേഷൻ പ്രോജക്ട്സൊക്കെ ഉണ്ടാക്കി, ഇറിഗേഷൻ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞത് ആ ഇറിഗേഷൻ പ്രോജക്ട്സിൻ്റെയാണ്. ആ ഇറിഗേഷൻ പ്രോജക്ട്സിൻ്റെ പരാജയത്തോടു കൂടിയാണ് ഇവിടുത്തെ നെൽപ്പാടങ്ങളെല്ലാം ഇല്ലാതായി തീർന്നത്. അത് നമ്മൾ പറയാതിരുന്നിട്ട് അതെല്ലാം മനഃപൂർവ്വമായിരുന്നു, അല്ലാതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ പറഞ്ഞില്ല വെള്ളത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പറയുന്ന നമ്മുടെ ആ പദ്ധതി, അതിനെങ്ങനെ റൈസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ എക്കോണമിയെ നമുക്കതുകൊണ്ട് എങ്ങനെ റൈസ് ചെയ്യാം, നമുക്ക് ഇവിടെ മിച്ചമുണ്ടാകത്തക്ക രീതിയിലും വിൽക്കാവുന്ന രീതിയിലും നമുക്ക് ഇവിടെ ജലവൈദ്യുതിയിലൂടെ വൈദ്യുതി മിച്ചം കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ആ തരത്തിൽ പ്രോജക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നഷ്ടമില്ലാതെ, ജനങ്ങളെ ഭയങ്കരമായിട്ട് പീനലൈസ് ചെയ്യാതെ അത് ചെയ്യാൻ കഴിയും. അതിനെ ബ്ലോക്ക് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് അതിന് ആൾട്ടർനേറ്റീവായിട്ട് ആദ്യം കൽക്കരി കൊണ്ടുവന്നപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അത് നഷ്ടമാണ്, മാത്രമല്ല അത് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഏർപ്പാടുമാണ്. എന്നാലും കൽക്കരിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം പലയിടത്തും പറഞ്ഞില്ല, ഇപ്പോൾ കൽക്കരി പാടങ്ങളിൽ നിന്ന് ഖനനം ചെയ്യാനുള്ള അവകാശം ഇന്ത്യ ഗവൺമെൻറ് എന്താ ചെയ്ത അവസാനം? അത് പ്രൈവറ്റ് സെക്ടറിന് എഴുതി കൊടുത്തു. ഇറ്റ് വാസ് ദി പബ്ലിക് സെക്ടറാണ് കൽക്കരി ഖനനത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിന് എഴുതി കൊടുത്തു. ഖനനത്തിൻ്റെ അവകാശം പ്രൈവറ്റ് സെക്ടർക്കും വിദേശ ശക്തികൾക്കും അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ ബിനാമികൾക്കും കൈമാറ്റം ചെയ്യുകയാണ് പലതരത്തിലുള്ള ഖനനങ്ങളും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖനന സമ്പത്ത് ആ തരത്തിൽ, കൽക്കരി ഖനന സമ്പത്ത് അവിടെ ഒരു ട്രാൻസ്ഫർ നടത്തുകയാണ് ഫ്രം പബ്ലിക് സെക്ടർ ടു, അതൊരു ഊർജത്തിൻ്റെ മേഖലയാണ്, അത് നടക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പബ്ലിക് സെക്ടർ അല്ല, എന്നാൽ പോലും ഇന്ത്യ ഗവൺമെൻറ് വാങ്ങുന്ന, വി ആർ പർച്ചേസേഴ്സ് ഓഫ് സോളാർ എനർജി എന്നുള്ള അർത്ഥത്തിലാണ്. സോളാർ എനർജിയുടെ സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ച് അതിൻ്റെ ഉപകരണങ്ങളിൽ അവരുടെ കമ്പനികളുണ്ട്. കമ്പനികളിൽ നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ എന്താണ്, അവിടെ തന്നെ ഫസ്റ്റ് സോളാർ ഉണ്ടായിരുന്നു, വേറൊരു കമ്പനി ഉണ്ടായിരുന്നു. ഈ ഒബാമയുടെ കാലത്ത് അവിടുത്തെ ഒരു വലിയ US വലിയ ഈ സൗരോർജ്ജ നിർമ്മാണ കമ്പനി പൂട്ടി ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. പിന്നെ അവർ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റൊക്കെ കൊടുത്താണ് അതിനെ നിലനിർത്തുന്നത്. ഇത്രയൊക്കെ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയുമെങ്കിലും, ആൻറ്റി ലേബർ ആണെന്ന് പറയുമെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോലും അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ പ്രൊഡക്ഷൻ വേണം, പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ കുറേ അധികം പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും വേക്കൻസീസ് അവിടെ കിടക്കുകയാണ്. അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം, ഒരു 60% താഴെ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും കമ്മപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക സംവിധാനമാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വേതനം അവിടെ കൊടുക്കേണ്ടി വരും. കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കാനായിട്ട് ഇവിടുത്തെ ഇന്ത്യക്കാർ അവിടെ ചെല്ലുന്നതുകൊണ്ടാണ് ഈ ഫീൽഡിലൊക്കെ അവർക്കവിടെ, നമുക്കതൊരു വലിയ തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തൊഴിലാളി അല്ലെങ്കിൽ അവിടുത്തെ ഒരു സീനിയർ ഡോക്ടർ ചെയ്യാത്ത കൊടുക്കേണ്ടുന്ന തുകയുടെ വളരെ ചെറിയൊരു ശതമാനമാണ് നമുക്ക് തരുന്നത്. അതിപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ രംഗത്ത് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അത് പോട്ടെ, ഞാൻ അതല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ തന്നെ ഈ കരാറിൽ പച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ ഇല്ലാതാക്കാം, ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങി നമ്മളിവിടെ ഉപയോഗിക്കില്ല, നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കൊള്ളാമെന്നൊരു കരാർ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. ഒരു സൗരോർജ്ജ കരാർ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. ഈ കരാറിനെ പറ്റി ഇവിടുത്തെ എക്കോണമിസ്റ്റുകൾ എന്താണ് പറയുന്നത്? അതാണ് ലാഭകരം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ അതിന് പിന്നെ പറയുന്നുണ്ട്, ഇത് വാങ്ങുന്ന ആളുകൾ ഇത് വാങ്ങണമല്ലോ. ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ വരുന്നുണ്ട്. റൂഫ് ടോപ്പ് സോളാർ മഹാ തട്ടിപ്പാണെന്നാണ് ഈ ഫസ്റ്റ് സോളാർ എന്ന് പറയുന്ന കമ്പനിയാണ് ഏറ്റവും അധികം റൂഫ് ടോപ്പ് സോളാർ ഇന്ത്യയിൽ വിറ്റഴിച്ചിട്ടുള്ളത്. അതിൻ്റെ CEO അവസാനം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് മഹാ തട്ടിപ്പാണ്. കാര്യം അതിൻ്റെ ഒരു മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഏതെന്നാണ് വൈദ്യുതി പോകുന്നതെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല, അത് മഹാ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പൈപ്പ് ലൈൻ സോളാറിൻ്റെ വക്താവായിട്ട് വരുന്നത്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവരാൻ RVJ മേനോനും പരിഷത്തുകാരും
അവർ പണ്ട് മുതലേ ഇവരുടെ ഒരു ഒരു സംഘടന ആയതുകൊണ്ട് സൗരോർജ്ജം വേണം. പക്ഷേ സൗരോർജ്ജം വേണമെന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് അതിനെപ്പറ്റി സൈലൻ്റ് ആയത്? ഇവിടുത്തെ ശാസ്ത്രസാഹിത്യ പരിഷത്ത് ഇങ്ങനൊരു സംഭവമേ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിൽ. അത് പുറത്തുനിന്ന് വരുന്നതാണ് ഗുണനിലവാരമുള്ളത്. ഇവിടെ ഉണ്ടാക്കിയ ഗുണനിലവാരം ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇവിടുത്തെ ചില കമ്പനികൾ തന്നെ പുറത്തുള്ള കമ്പനികൾ മൾട്ടിനാഷണൽസുമായിട്ട് സഹകരിച്ച് ഇത് ഉണ്ടാക്കുന്നുണ്ട്, ഇതിൻ്റെ ഈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കരാറുണ്ട്. ഈ കരാറെന്ന് പറയുന്നത് ഞാൻ ഒറ്റ കരാർ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ആ കരാർ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ദർ ഇസ് എ ലെഫ്റ്റിസ്റ്റ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ഒന്നിലധികം പാർട്ടികളുണ്ട്. ഒരക്ഷരം അതിനെപ്പറ്റി നമ്മൾ ഈ പത്രങ്ങളിലൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനൊരു കരാറെന്ന് പറയുന്നത്, അതായത് വി നീഡ് നോട്ട് ഹാവ് പ്രൊഡക്ഷൻ ഹിയർ ആൻഡ് വി വുഡ് പർച്ചേസ് എവറിത്തിങ് ഫ്രം ദി ഫോറിൻ കൺട്രീസ് എന്ന് പറയുന്ന തരത്തിൽ അടിമപ്പെടുന്ന ഒരു കരാറുണ്ടാക്കി വെച്ച് പിന്നെ അത് വയലേറ്റ് ചെയ്തതെന്നും പറഞ്ഞ് അവൻ്റെ പരാതി. പിന്നെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ വയലേറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും നമ്മൾ തന്നെയാണ് അവിടെ നിന്ന് കൂടുതൽ വാങ്ങുന്നത്. ഈ സരിതയുടെയൊക്കെ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അവർ കബളിപ്പിക്കപ്പെട്ടതാണ്. അവരേതൊരു ജർമ്മൻ കമ്പനിയായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് സാധനങ്ങൾ കിട്ടുമെന്നുള്ള രീതിയിൽ ഇവിടെ നാളിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് അവസാനം ആ ജർമ്മൻ കമ്പനി അവരെ മലത്തി. അതിൽ നിന്നാണ് അവരുടെ വീഴ്ച ആരംഭിക്കുന്നത്. പിന്നെ അവരാകെ തകർന്നു പോവുകയാണ്. അവരെങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിൽ പല ആളുകളുടെ നിന്ന് കാശ് വാങ്ങുകയും പിന്നെ ഗവൺമെൻറ് ഏജൻറ്റായിട്ട് ജോലി വാങ്ങാമെന്ന് പറഞ്ഞ കാശ് വാങ്ങുകയും ആ തരത്തിലൊക്കെ അങ്ങ് ചിതറിപ്പോവുകയാണ് ചെയ്തത്. അവരും യഥാർത്ഥത്തിൽ പിന്നെ ഒരാളുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയിട്ട് അവരൊരു എൻ്റർപ്രനിയർ എന്നുള്ള രീതിയിൽ, ഒരു സംരംഭക എന്നുള്ള രീതിയിൽ അവർ കാണിച്ച ശുഷ്കാന്തിയും താല്പര്യവും അവരതിനെടുത്ത മുൻകൈയും ഒരു പറഞ്ഞില്ലേ, ഇപ്പോൾ മല്ലേരി ശ്രീധരൻ നായരെ സ്വാധീനിച്ച് ഒരു വലിയൊരു ഹ്യൂജ് ഒരു പൈപ്പ് ലൈൻ സോളാർ കൊണ്ടുവരുന്നതിനെ പറ്റി അവർ നടത്തിയ ശ്രമങ്ങളും അതൊക്കെ ഈ പറഞ്ഞില്ലേ ഈ തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ അത് അബോർട്ട് ചെയ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിച്ചത് ഇങ്ങനൊരു കരാർ? ഞാനിപ്പോൾ ഈ ഒറ്റ കരാർ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ചിന്തിക്കണമെന്ന് പറയുകയാണ്. ഇത് പലതിൻ്റെ സൂചകങ്ങളാണ്. ഇന്ത്യ എങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ, ഇപ്പോൾ ആണവ കരാറുണ്ടായപ്പോൾ സ്പെസിഫിക്കായിട്ട് അതുകൊണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് ഇത് ഇന്ത്യയിലെങ്ങും വ്യാപിപ്പിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നൊരു സബ്സിഡി, അത് കൺസ്യൂമർക്കും ഇതിൻ്റെ ഏജൻറ്റിനും ഉണ്ടത്രേ. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് എന്നൊരു സബ്സിഡി. ആ രണ്ട് സബ്സിഡിയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മളൊന്ന് കണക്കാക്കി നോക്കുക. ഈ രണ്ട് സബ്സിഡി കേന്ദ്രത്തിൻ്റെയും കേരള ഗവൺമെൻറ് സബ്സിഡി കൊടുത്താണ് ഇതിനിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ, ഈ പൊതുഖജനാവിൽ നിന്ന് തന്നെ, കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും പൊതുഖജനാവിൽ നിന്ന് തന്നെ പിന്നെ വീണ്ടും ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി പണം ഇറക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ആദ്യമേ കൈക്കൂലി വാങ്ങിപ്പോയതിൻ്റെ ഒരു പിഴയാണ്. ഇത് നമ്മുടെ ഈ എക്കോണമി എങ്ങനെ ഇതെന്തൊരു സിസ്റ്റമാണ്. ഇതിപ്പോൾ ഞാൻ അവതരിപ്പിച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം.